ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെയും പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെയും കടുത്ത ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്തെത്തി. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചത് പോലീസിന്റെ ബോധപൂർവമായ വീഴ്ച കാരണമാണെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി. നിയമപ്രകാരം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടതാണ് പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ വഴിയൊരുക്കിയത്. ഇത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിൽ ഇതിനകം ജാമ്യം ലഭിച്ചു കഴിഞ്ഞു. കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അടുത്ത കേസിലും പോറ്റിക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രതികൾ പുറത്തിറങ്ങുന്നത് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി. സ്വർണ്ണക്കൊള്ള നടന്ന ഇത്രയും കാലമായിട്ടും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താൻ പോലും SITക്ക് സാധിച്ചിട്ടില്ല. അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നുണ്ട്. പ്രതികളെ സംരക്ഷിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ട കേസിൽ താൻ കോടതിയിൽ നിലപാട് മാറ്റിയെന്ന വാർത്തകൾ സതീശൻ നിഷേധിച്ചു. താൻ നിലപാട് മാറ്റിയെന്നത് തെറ്റായ പ്രചാരണമാണെന്നും തന്റെ ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് സതീശന്റെ വിശദീകരണം.